ആർട്ട് ഡയറക്ഷൻ സാബുസറിലെ ശ്രീപ്രസാദിന്റെ എഡിറ്റിങ് അതൊക്കെ നന്നായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. പക്ക ടെക്നിക്കൽ നമ്പർ 1 മൂവി. NTR അടിപൊളി, NTR സൂപ്പറായിട്ട്. നമ്മുടെ ഷൈൻ ടാൻ ചോക്ക് രാജ്യത്തിൻ്റെ അവസാനം വരെ ഉണ്ട്. എന്താ വെച്ചാൽ ചെറിയ റോളൊന്നും ഇല്ല, പുള്ളി അവസാനം വരെ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി വന്നപ്പോൾ പുഷ്പയാണ് ഇച്ചിരി അങ്ങോട്ട് നന്നായിട്ട് തോന്നിയത്. കാടും കടലുമായിട്ട് അവർ മത്സരം വെച്ചത്, പക്ഷേ കാട് ജയിച്ചു. ഒരു പക്ക ടെക്നിക്കലി പടം നല്ല പെർഫെക്ഷനിൽ ലാസ്റ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല, പുഷ്പയുടെ പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല. സെക്കൻഡ് പാർട്ടിന് വെയിറ്റിംഗ് ആണ്. NTR നന്നായിട്ടുണ്ട്. NTR 2 ഡബിൾ റോൾ രണ്ടുപേരും നന്നായിട്ട് NTR ചെയ്തിരിക്കുന്നത്. എനിക്കൊരു ചെറിയൊരു സംഭാഷണം എന്ന് വെച്ചാൽ മലയാളത്തിലേക്കുള്ള ഡബിങ് അത്ര സുഖമായിട്ടില്ല, കിട്ടില്ല. അവസാനത്തെ ക്ലൈമാക്സിലൊക്കെ അതിനകത്ത് കയറി തകർത്തിട്ടുണ്ട്. എനിക്കൊരു വ്യത്യാസം വന്ന് എനിക്ക് തോന്നിയത് ഡബിങ് ഇത് സംഭാഷണം വന്ന് മലയാളത്തിലേക്ക് വന്നപ്പോൾ കൽക്കിയുടെ പോലെ ഒരു സുഖമായില്ല. കൽക്കിയുടെയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു മലയാളത്തിൽ മാറ്റം, പക്ഷേ ഇത് അത്ര സുഖമായിട്ടില്ല. നമുക്ക് അറിയാം എടുത്ത് എന്തോ ഒരു പോരായ്മ. വേറെ പടം ടെക്നിക്കലി നമ്പറും കാണാനുണ്ട് കേട്ടോ. വർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാനായിട്ടുള്ള പടമുണ്ട്. അതുപോലെ ടെക്നിക്കൽ വർക്ക് കിട്ടലിനായിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാണാനുണ്ടോ ഉറപ്പായിട്ടും. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം കൊള്ളാം. പടം കണ്ടായിരുന്നു. ചേട്ടാ പടം പിന്നെ ഇതിൽ നമ്മുടെ ഷൈൻ ടോം ചോപ്രയുടെ ഒക്കെ പെർഫോമൻസ് നൈസായിരുന്നു. ഇതിൽ എടുത്തു പറയാനുള്ളത് എല്ലാവരും തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് പോയി കാണുന്നതായിരിക്കും നല്ലത്. മലയാളം കണ്ടെങ്കിൽ ഭയങ്കര കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കരമായിട്ടുള്ള ക്രിഞ്ചായിട്ടുള്ള ഡയലോഗ്സ് നമുക്ക് ഫീൽ ചെയ്ത് മലയാളം കണ്ടുകൊണ്ടാണ്. ശരിക്കും തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് ആയിരിക്കും ഈ ഒരു സിനിമ കാണണമെങ്കിൽ നല്ല ആസ്വദിച്ച് തിയേറ്ററിൽ നിന്ന് കാണണമെങ്കിൽ മസ്റ്റായിട്ട് തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് കാണും. മലയാളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് തന്നെ ചിരി വരുള്ളൂ. ഇമോഷണൽ സീൻസൊക്കെ ചിരി വരുന്നത് ഈ മലയാളത്തിലെ ഓരോ ഡയലോഗ്സിൻ്റെ ഒരു പോരായ്മകളോടാണ് ആ ഒരു ഇതുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നോക്കാൻ പടം അടിപൊളി, തിയേറ്ററിൽ വാച്ച് ചെയ്യാനുള്ള അടിപൊളി മൂവിയാണ്. മലയാളം ഡബിങ് മോശമാണെന്ന് പറഞ്ഞത്. മലയാളം ഡബിങ് നല്ല രീതിയിൽ മോശമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്തായാലും ചിരി വരും, കാരണം ഇതിലുള്ള ഓരോ ഡയലോഗ് മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത് കൈരളി TV യിൽ ചെയ്ത് വെക്കുന്ന ഒരു സെറ്റപ്പ് സംഭവമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പടം അടിപൊളിയാണ്. അത് തമിഴിലോ തെലുങ്കിലോ നിങ്ങൾ കാണാണെങ്കിൽ തിയേറ്ററിൽ മസ്റ്റായിട്ട് കാണുന്ന ഒരു സിനിമ.